കാനഡ തകരുകയാണോ? सुनने में अगर बुरा लग रहा हो, डर लग रहा हो तो लगना चाहिए, बिकॉज ऐसी हालत है कनाडा की अभी फिलहाल, एंड आई एम श्योर ये कुछ सालों तक रहेगी ऐसी ही. Because something crazy has been happening in the last couple of years. Seems a lot of people are moving out of the country. तो भाई आपकी जिंदगी यहाँ पे आके नर्क भी बन सकती है. I don't see my future in Canada. 1000-ഓളം ആളുകൾ കാനഡ വിട്ട് എന്നേക്കുമായി മറ്റ് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു. Is anyone existing in Canada? Like I feel കാനഡയുടെ വിലക്കയറ്റം എന്നത് ഇന്ന് വളരെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഏകദേശം 2023 6400ഓളം ജോലികളാണ് ഇവിടെ നിന്നും ഇല്ലാതായത്. കൂടാതെ കൊലപാതകവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും കഴിഞ്ഞ 30 വർഷത്തെ നാം റെക്കോർഡ് നോക്കുകയാണ് എങ്കിൽ വളരെ കൂടുതലാണ്. എന്നാൽ കാനഡ എന്ന രാജ്യം ഇങ്ങനെ ആയതിൻ്റെ കാരണം എന്താണ്? ഇന്ന് 70%-ലധികം കനേഡിയൻ ജനതയ്ക്കും സ്വന്തമായി ഒരു വീട് വാങ്ങുക അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുക എന്നുള്ളത് വെറുമൊരു സ്വപ്നം മാത്രമാണ്. കഴിഞ്ഞ 10 വർഷത്തെ മാത്രം കണക്കുകൾ നോക്കുകയാണെങ്കിൽ വീടില്ലാത്തവരുടെ എണ്ണം എന്നത് 2 മടങ്ങായാണ് കാനഡയിൽ വർദ്ധിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യം. ഇന്ത്യയിൽ നിന്നും പലരും ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കാനഡയിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്കറിയാത്ത കാനഡയുടെ ആ ഒരു രഹസ്യങ്ങളിലേക്ക് ഇന്ന് നമുക്ക് യാത്ര ചെയ്യാം. വീഡിയോ അവസാനം വരെ കാണുക. അമേരിക്കയുടെ തൊട്ടുമുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു രാജ്യമാണ് കാനഡ. ഭൂവിസ്തൃതിയിൽ ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ രാജ്യം. കാനഡയുടെ വെസ്റ്റ് സൈഡിൽ പസഫിക് ഓഷനും ഈസ്റ്റേൺ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷനും നോർത്തേൺ സൈഡിൽ ആർട്ടിക് ഓഷനുമാണുള്ളത്. കാനഡയുടെയും USA-യുടെയും ബോർഡർ എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബോർഡറുകളിൽ ഒന്നാണ്. കൂടാതെ കാനഡയുടെ 80% ഓഫ് ദി പോപ്പുലേഷനും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ജീവിക്കുന്നത്. കാനഡയിൽ സ്ഥിതി ചെയ്യുന്ന ഒണ്ടാറിയോ എന്ന ഈ ഒരു പ്രോവിൻസ് കാനഡയിൽ തന്നെ 40%-ലധികം GDP ഒറ്റയ്ക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാനഡയുടെ ഈ ഒരു പോപ്പുലേഷൻ പാറ്റേണിൻ്റെ ഏറ്റവും പ്രധാന കാരണം കാനഡയുടെ നോർത്ത് ഭാഗത്തായി മഞ്ഞുപാളികൾ മാത്രമാണ്. ഇവിടെ വളരെയധികം ഹാർഷ് ടെമ്പറേച്ചറാണുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് പുഴകളും നദികളും കാണുവാൻ കഴിയും. ലോകത്തിലെ തന്നെ 50%-ലധികം ഫ്രഷ് വാട്ടർ ലേക്സും സ്ഥിതി ചെയ്യുന്നത് കാനഡയിലാണ്. ഇതുകൊണ്ട് തന്നെ കാനഡയുടെ 60%-ലധികം എനർജി റിസോഴ്സസും വരുന്നത് ഹൈഡ്രോ തെർമൽ പ്ലാന്റുകളിൽ നിന്നുമാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ വാട്ടർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസറായി കാനഡ എന്ന രാജ്യം മാറുന്നു. കാനഡയിലെ പ്രധാന ഇൻഡസ്ട്രീസ് റിയൽ എസ്റ്റേറ്റ്, മൈനിങ് ആൻഡ് മാനുഫാക്ചറിംഗ് ആണ്. അതുകൊണ്ടാണ് കാനഡയിലെ തന്നെ മജോറിറ്റി പോപ്പുലേഷനും ഈ 3 പ്രൊവിൻസസിൽ കാണുവാൻ കഴിയുന്നത്. ഇത്രയെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ആളുകൾ കാനഡയിലെ നാഷണാലിറ്റി എന്നേക്കുമായി ഉപേക്ഷിക്കുന്നത്? നാം കാനഡയുടെ 2021 കണക്കുകൾ നോക്കിയാൽ ഏകദേശം 45%-ലധികം ആളുകൾ ഇവിടെ പെർമനൻറ്റ് റെസിഡൻസ് എടുത്തു. എന്നാൽ 20 വർഷം മുൻപ്, അതായത് 2001 വന്ന 75%-ലധികം ആളുകൾ ഇവിടെ പെർമനൻറ്റ് റെസിഡൻസ് എടുത്തിട്ടുണ്ട്. കണക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, വരുന്നവരിൽ പകുതി ശതമാനം പോലും ആളുകൾ കാനഡയിൽ പെർമനൻ്റായി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നാണ്. 2018 മുതലുള്ള സർവേ നാം നോക്കിയാൽ ഏകദേശം 30%-ലധികം ഇപ്പോൾ കാനഡയിൽ അധിവസിക്കുന്ന ഇമിഗ്രൻസ് കാനഡ വിടുന്ന കാര്യമാണ് ആലോചിക്കുന്നത്. ഇത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബാഡ് ന്യൂസാണ്. അതായത് അവരുടെ രാജ്യത്തിൽ പുറത്തുനിന്ന് വരുന്ന ആരും സിറ്റിസൺഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാനഡയുടെ ഈ ഒരവസ്ഥയുടെ ഏറ്റവും പ്രധാന കാരണം കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ എക്സ്പെൻസ് എന്നത് വളരെ കൂടുതലാണ്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് വീടുകൾക്ക് വന്ന വിലക്കയറ്റമാണ്. അതും കഴിഞ്ഞ 10 വർഷത്തിനിടെ. 2008 മുതൽ 24 വരെയുള്ള കണക്കുകൾ നാം പരിശോധിച്ചാൽ വീടുകൾക്ക് 2 ഇരട്ടിയാണ് വിലക്കയറ്റം ഉണ്ടായത്. നിങ്ങൾക്ക് സിറ്റിയിൽ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് വേണം, ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും. ഇതിൻ്റെ പ്രൈസ് 2017 $900 ആയിരുന്നു. 23 ആയപ്പോഴേക്കും $2000. അതായത് 120%-ലധികം വിലക്കയറ്റമാണ് സംഭവിച്ചത്. 2015 നിങ്ങൾക്കൊരു വീട് വാങ്ങണമെങ്കിൽ അതിൻ്റെ മോർഗേജ് എന്നത് $1400 ആയിരുന്നു. എന്നാൽ 23 ഇത് ഏകദേശം 3500 മാറി. കാനഡയിലെ മെയിൻ സിറ്റീസിലാണ് നിങ്ങൾ താമസിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ഇതിലധികം പണമായിരിക്കും പോവുക. കാനഡയിലെ തന്നെ വൈറ്റ് കോളർ ജോബിൻ്റെ അവസ്ഥ ഏകദേശം $4000 മുതൽ $6000 പെർ മന്ത് ഇവർക്ക് സാലറി ലഭിക്കുന്നത്. ടാക്സും ട്രാവൽ എക്സ്പെൻസും മറ്റ് എക്സ്പെൻസും കഴിഞ്ഞാൽ മന്ത്ലി റെൻ്റ് എന്നത് $2000. കാനഡയിലെ തന്നെ അപ്പർ ക്ലാസ് ജോബുകൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ലോവർ ക്ലാസ്സിനെ പറ്റി നിങ്ങൾ തന്നെ ആലോചിക്കുക. ആവറേജ് ആനുവൽ ഇൻകം എന്നത് $60,000. അങ്ങനെയാണെങ്കിൽ പെർ മന്ത് $5000.
ഇതുകൊണ്ട് തന്നെ 63% കനേഡിയൻ പീപ്പിൾസും സ്വന്തമായി ഒരു വീട് വാങ്ങുക എന്നുള്ള സ്വപ്നം എന്നേക്കുമായി ഗിവ് അപ്പ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ പിന്നെ എന്തിന് ഇവരിവിടെ താമസിക്കണം? നിങ്ങൾ ഏകദേശം 15 വർഷം സേവിങ്സ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് കാനഡയിൽ വളരെ ചെറിയ ഒരു വീട് വാങ്ങുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ പെർമനൻ്റായി താമസിക്കുന്നില്ല എന്ന് പറയാം. വീടുകളുടെ ഉയർന്ന വിലക്കയറ്റം മാത്രമല്ല കാനഡയുടെ ഇന്നത്തെ ഈ ഒരവസ്ഥയുടെ കാരണം. കാനഡയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഇവിടുത്തെ തൊഴിലില്ലായ്മയാണ്. നാച്ചുറൽ റിസോഴ്സസും മാനുഫാക്ചറിങ്ങും കൂടാതെ റിയൽ എസ്റ്റേറ്റുമാണ് കാനഡയിലെ ഏറ്റവും പ്രധാന തൊഴിൽ. കാനഡയുടെ GDPയിൽ ഏകദേശം 13%-ലധികം നാച്ചുറൽ റിസോഴ്സസ് ആണ് പങ്കുവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വലിയ ബിസിനസ് മാഗ്നറ്റുകൾ നാച്ചുറൽ റിസോഴ്സസിലും റിയൽ എസ്റ്റേറ്റിലുമാണ് ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ തന്നെ മെർച്ചൻ്റ് എക്സ്പോർട്ട് വഴി കാനഡയ്ക്ക് 58%-ലധികം പ്രോഫിറ്റാണ് നാച്ചുറൽ റിസോഴ്സസിൽ നിന്നും ഉണ്ടാകാറുള്ളത്. പകുതിയിലധികം ഇൻവെസ്റ്റേഴ്സും റിയൽ എസ്റ്റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീടുകൾക്ക് 2 ഇരട്ടിയായി വില വർദ്ധിക്കുന്നു. കൂടാതെ തന്നെ വ്യാവസായിക മേഖല നോക്കുകയാണെങ്കിൽ കാനഡയിൽ മാനുഫാക്ചറിങ്ങും ഓയിൽ റിസർവ്സുമാണുള്ളത്. ഈ വ്യാവസായിക മേഖലകളും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ഇവിടെ ജോലിയെടുക്കുന്ന പല ആളുകളെയും ഇതിനോടകം പുറത്താക്കിക്കൊണ്ടിരിക്കുന്നു. കാനഡയിലെ തന്നെ ഓയിൽ റിസർവ്സ് നോക്കിയാൽ അൽബർട്ട എന്ന ഈ ഒരു സ്ഥലത്തു നിന്നാണ് 70%-ലധികം ഓയിലുകളും എക്സ്പോർട്ട് ചെയ്യുന്നത്. USA ആണ് ഇതിൻ്റെ മെയിൻ കൺസ്യൂമർ. എന്നാൽ കുറച്ച് വർഷങ്ങളായി USA സ്വന്തമായി ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നു. കാനഡയിൽ നിന്നുള്ള ഓയിൽ എക്സ്ട്രാക്ഷൻ ഇവർക്ക് വളരെയധികം എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ കാനഡയിലെ ഈ ഓയിൽ കമ്പനികൾക്ക് അത് വളരെ വലിയ ഒരു തിരിച്ചടിയായിരുന്നു. കാരണം 70% ഇവരുടെ ഓയിലുകൾ വാങ്ങിയിരുന്നത് അമേരിക്കയായിരുന്നു. കാനഡയിലെ കാർ മാനുഫാക്ചറിംഗ് നോക്കിയാൽ 1982 അപേക്ഷിച്ച് 25%-ലധികമാണ് കാനഡയിലെ കാർ മാനുഫാക്ചറിങ്ങിൽ ഡൗൺഫോൾ ഉണ്ടായത്. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം പല കമ്പനികളും കാനഡയിൽ നിന്നും നേരെ മെക്സിക്കോയിലേക്ക് മാറി. കാരണം ഇവിടെ പൊതുവെ ലേബർ കോസ്റ്റ് കുറവാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്നും കാനഡയിലേക്ക് പഠിക്കാനായി വന്ന കുട്ടികൾക്കാണ് ഇതിലേറ്റവും വലിയ തിരിച്ചടി ലഭിച്ചിട്ടുള്ളത്. പാർട്ട് ടൈമായി ഏതെങ്കിലും ജോലി ചെയ്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ പെർമനൻ്റായി താമസിക്കാം എന്നാഗ്രഹിച്ചാണ് പലരും ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ പാർട്ട് ടൈമായി ഒരു ജോലിയും അവർക്ക് കിട്ടുന്നില്ല എന്നതാണ് സത്യം. ക്ലീനിങ്ങും ലേബർ വർക്കുമായിരുന്നു കാനഡയിൽ ഏറ്റവും കൂടുതലായി പാർട്ട് ടൈമായി കുട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ വളരെയധികം മൈഗ്രേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ കാനഡയിൽ എല്ലാ ജോലികളും ഇന്ന് ഫുൾഫില്ലാണ്. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ യാതൊരുവിധ ജോലിയും ലഭിക്കുന്നില്ല. IT, എൻജിനീയറിംഗ് പോലെയുള്ള മേഖലയിലാണെങ്കിൽ പോലും ഇവിടെയും വളരെയധികം കോമ്പറ്റീഷനാണ്. കോവിഡിന് ശേഷം പല ബിസിനസ്സുകളും കാനഡയിൽ അവസാനിച്ചു. അതുതന്നെയാണ് കാനഡയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായത്. പിന്നീടുണ്ടായ റഷ്യ-യുക്രൈൻ വാർ ഇവിടെ വളരെ വലിയ ഒരു സാമ്പത്തിക മാന്ദ്യം കൊണ്ടുവന്നു എന്ന് പറയാം. നിങ്ങളിൽ ആരെങ്കിലും കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അവിടെ ആരുടെയും അടുത്തില്ലാത്തതും ഏറ്റവും അത്യാവശ്യവുമായ എന്തെങ്കിലും ഒരു സ്കിൽ നിങ്ങളുടെ അടുത്തുണ്ടാകണം. അല്ല എങ്കിൽ നിങ്ങളുടെ സർവൈവൽ എന്നത് വളരെയധികം ടഫായിരിക്കും. കാനഡയുടെ ഈ ഒരവസ്ഥയുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ കാരണമെന്നത് കാനഡയിൽ ഉയർന്നു വരുന്ന വയലൻസാണ്. 2019 ശേഷം നാം നോക്കുകയാണെങ്കിൽ കാനഡയിൽ വളരെയധികം അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. അതായത് യാതൊരുവിധ കാരണവുമില്ലാതെ ഒരു വ്യക്തിയെ ഗ്രൂപ്പായിട്ടോ സിംഗിളായിട്ടോ അറ്റാക്ക് ചെയ്യുന്നു. കോവിഡിന് ശേഷമാണ് ഇതിൽ വളരെ വലിയ ഉയർച്ച നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഒരു വിഷയത്തെപ്പറ്റി പല മാധ്യമപ്രവർത്തകരും കാനഡയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും വന്ന് നിങ്ങളെ പഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ കുത്തിയിട്ട് കടന്നു പോവുകയോ ചെയ്യും. 2021 ഏകദേശം 1700ഓളം ആളുകളുടെ നേരെയാണ് ഇതുപോലെയുള്ള അറ്റാക്കുകൾ നടന്നിട്ടുള്ളത്. ഇത് ഒരു മെൻ്റൽ ഇൽനെസ്സിൻ്റെ ഫലമായിട്ടാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെയുള്ള ആളുകൾക്ക് ജോബ് സെക്യൂരിറ്റിയോ മതിയായ സാലറിയോ ഇല്ല. അതുകൊണ്ട് ഇവർ തങ്ങളുടെ അഗ്രഷൻ മറ്റൊരു വ്യക്തിയിൽ തീർക്കുന്നു. ഇതിൽ ഏഷ്യയിലുള്ള ആളുകൾക്ക് നേരെയാണ് വളരെയധികം അറ്റാക്കുകൾ നടന്നിട്ടുള്ളത്. ഇത് ചിലപ്പോൾ വംശീയതയുടെ ഫലമായിട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കുറേ വർഷങ്ങളായി കാനഡയിൽ ജീവിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കുക. അതായത് വയലൻസ് ഈയിടെയായി കാനഡയിൽ കൂടിയിട്ടുണ്ടോ എന്ന്. നാലാമത്തേതും കാനഡയുടെ ഈ ഒരവസ്ഥയുടെ ഏറ്റവും വലിയ കാരണമായി നിലനിൽക്കുന്നത് ഇവരുടെ ഹെൽത്ത് സെക്ടറിലുള്ള തകർച്ചയാണ്. ഒരു കാലത്ത് ഹെൽത്ത് സെക്ടറായിരുന്നു കാനഡയുടെ പ്രൈഡ്.
2019 അതായത് കോവിഡിന് മുൻപ് ഏതൊരു വ്യക്തിക്കും ആശുപത്രിയിൽ ഡോക്ടറെ പോകുമ്പോൾ തന്നെ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം ഈ ഒരവസ്ഥയല്ല. 20 മുതൽ 22 ആഴ്ച വരെയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങളൊരു രോഗത്തിന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റിംഗ് ടൈം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ എന്തെങ്കിലും എമർജൻസി ആവശ്യമാണ് എങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുക. ഈ ഫാക്റ്റുകളെല്ലാം നാം പരിഗണിക്കുകയാണ് എങ്കിൽ പണ്ട് നാം കേട്ടറിഞ്ഞ കാനഡയല്ല ഇന്നത്തെ കാനഡ. സമയം എല്ലാം മാറ്റിമറിച്ചിരിക്കുന്നു. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തിനോട് എത്ര ശതമാനം യോജിക്കുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുകയും കൂട്ടുകാരുമായി പരമാവധി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.